തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം പേയാടിൽ ഒരു മൂർഖനെ പിടിക്കാൻ പോയി. കിട്ടിയത് 2 മൂർഖനെ കിട്ടി. ഒന്നിന് ഡബിൾ. കൂടാതെ 30 പാമ്പിൻ മുട്ടയും കിട്ടി. പേയാട് സ്വദേശി മനുവിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് 30ഓളം പാമ്പിൻ മുട്ടയും കണ്ടെത്തിയത്. അതേസമയം വിഴിഞ്ഞത്ത് നാട്ടുകാരെ ഭീതിയിലാക്കിയ മൂർഖനെയും പിടികൂടി. ഗോപാൽ ശീല സനലുണ്ട്. ഗോപാൽ, ഒന്ന് വെച്ചാൽ മറ്റൊന്ന്, ഒന്നിനൊന്ന് എന്നുള്ള മട്ടിലാണ് പാമ്പ് ഇപ്പോൾ പിടിയിലാവുന്നത്. 30ഓളം മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞെങ്കിൽ 30 പാമ്പും കുഞ്ഞുങ്ങളും കൂടെ പുറത്തിറങ്ങിയേനെ അല്ലേ? എന്തായാലും അതൊരു വല്ലാത്ത കാഴ്ചയായി പോയി അല്ലേ ഗോപാൽ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ആയപ്പോൾ പാമ്പുകളുടെ ഒരു സമ്മേളനത്തിനുള്ള ആളുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ആദ്യം തിരുവനന്തപുരം പേയാട് നടന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാം. പേയാട് മനു എന്ന ആളുടെ, പേയാട് സ്വദേശിയായ മനു എന്ന ആളുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് ആദ്യം ഒരു മൂർഖൻ പാമ്പിനെ കാണുന്നത്. തുടർന്ന് അവിടെയുള്ള വനം വകുപ്പിന്റെ ഓഫീസിൽ വിളിച്ച് അവിടെയുള്ള പാമ്പ് സംരക്ഷണമായിട്ടുള്ള രതീഷ് എന്നയാൾ ഇവിടേക്ക് എത്തുകയും ഈ മൂർഖൻ പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. അപ്പോഴാണ് ഈ പാമ്പിനെ പിടികൂടുന്നതിനിടെയാണ് കൂട്ടത്തിലുള്ള മറ്റൊരാൾ റോഡിനരികിൽ കൂടി മറ്റൊരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കുകയും അതൊരു പൊത്തിനുള്ളിലേക്ക് കയറുന്നത് കാണുകയും ചെയ്യുന്നത്. തുടർന്ന് ആ പൊത്തിൽ പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ മറ്റൊരു പാമ്പിനെ കൂടി, അതും മൂർഖൻ പാമ്പായിരുന്നു, മറ്റൊരു പാമ്പിനെ കൂടി കണ്ടു. ആ മൺതിട്ട വെട്ടിപ്പൊളിച്ച് ഈ പാമ്പിനെ പുറത്തെടുത്തപ്പോഴാണ് ഈ 2 പാമ്പുകൾ മാത്രമല്ല 30 പാമ്പിൻ മുട്ടകളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നത്. തുടർന്ന് ഈ പാമ്പുകളെയും പാമ്പിൻ മുട്ടകളെയും തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്തേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. മറുവശത്ത് രണ്ടാമത്തെ സംഭവം തിരുവനന്തപുരം വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം വെങ്ങാനൂർ ചാവടി വില്ലേജ് ഓഫീസിന് സമീപത്തായിട്ടാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയ ഒരു കരിമൂർഖനെ കാണുന്നത്. 10 അടിയോളം നീളമുള്ള ഈ മൂർഖനെയും പൊത്തിൽ നിന്ന് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. ചേരയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ കാണുകയും തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ വന്ന ഈ പാമ്പുകളെ പിടികൂടുകയുമായിരുന്നു. താങ്ക് യു ഗോപാൽ ശീല സനലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണ തെറ്റി പറയുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്, ഇപ്പോൾ ഗോപാൽ പറഞ്ഞതുപോലെ. പക്ഷേ ഇന്നലെ ഇതിലൊരു പാമ്പ് വിദഗ്ധൻ തിരുത്തി. കരിമൂർഖൻ എന്ന് പറയുന്നൊരു ഐറ്റം ഇല്ല. മൂർഖൻ അല്ലെങ്കിൽ രാജവമ്പാല. കരിമൂർഖൻ എന്നൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് അടിച്ചു വിടും. കരിമൂർഖൻ എന്നാണ് എന്താ പറയും, അങ്ങനെയല്ല. മൂർഖൻ ബിഗ് 4ൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മൂർഖൻ.